നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ടിൽ ഗ്രഹസ്ഥിതികളെ അനുസരിച്ച് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ്, അനുഭവങ്ങളാണ് ഉണ്ടായിത്തീരുക. കഴിഞ്ഞ വർഷം തുടങ്ങിയതോ 5-6 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായിട്ടുള്ള മാറാരോഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ പുനർനിയമനം ഉണ്ടാകുവാനും തന്മൂലം നിർത്തിവെച്ച ചില കർമ്മ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുവാനും അഥവാ തുടങ്ങി വയ്ക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. സന്താന വിഷയത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിദഗ്ധ ചികിത്സകൾ നടത്തി സ്വല്പം വിശ്രമ ജീവിതമൊക്കെ വേണ്ടിവരും. ഈ വിശ്രമ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊരു പക്ഷേ അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകൾ നടത്തി സൽസന്താന ഭാഗ്യത്തിനുള്ള സാഹചര്യങ്ങൾ ആഗസ്റ്റ് മാസത്തിന് ശേഷം വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥകൾ പാലിക്കാത്ത ചിലരുമായിട്ടുള്ള സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം പ്രാവർത്തികമാക്കുവാനും തന്മൂലം അത് വേർപെടുന്നത് വഴി ഉത്സാഹത്തോടുകൂടി പ്രവർത്തനം കാഴ്ചവെക്കുവാനും ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ തന്നെ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാനുമുള്ള അവസരം എല്ലാ മേഖലകളിലും വന്നു ചേരും. എന്നാൽ ഒരു പക്ഷേ ആഗസ്റ്റ് മാസത്തിന് ശേഷം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്നായാലും വേണ്ടില്ല, ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരെന്നായാലും വേണ്ടില്ല, വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ പല പ്രകാരത്തിലും വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലത്തിലും അനുഭവത്തിലും വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പദ്ധതി സമർപ്പിക്കുക, ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ, ഉദ്യോഗത്തിനോടനുബന്ധമായിട്ടുള്ള പദ്ധതി സമർപ്പണം അഥവാ വിദ്യാഭ്യാസം, ഉപരിപഠനം മുതലായവയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതി സമർപ്പണം എന്നിവയൊക്കെ തന്നെ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് അവനവന് തൃപ്തികരമാകും വിധത്തിലുള്ള പരീക്ഷ ദിവസം നിശ്ചയിക്കത്തക്ക വിധത്തിലുള്ള പരീക്ഷകൾ തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ പരമാവധി ആഗസ്റ്റ് മാസത്തിന് മുൻപ് അത് സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. സാമ്പത്തിക വിഷയത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഏപ്രിൽ മാസം മുതൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ചിങ്ങമാസത്തോടുകൂടി ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ട് ഒരുപക്ഷെ നിയമസഹായം തേടുവാനിടവരുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്താൽ ആഗസ്റ്റ് മാസം മുതൽ ചില സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുമെങ്കിലും ഒരുപക്ഷെ അതിന് ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ 2017 ആഗസ്റ്റ് മാസം മാത്രം മുതലായിരിക്കും വന്നു ചേരുക. എന്നിരുന്നാലും അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഈ വർഷം സാഹസ പ്രവൃത്തികളിൽ നിന്നും ആഗസ്റ്റ് മാസത്തിന് ശേഷമാണെങ്കിൽ സ്വല്പം അപകടങ്ങൾ വന്നു ചേരുവാനിടയുള്ളതിനാൽ ആവുന്നതും പിന്മാറുന്നത് നന്നായിരിക്കും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പുതിയ ഭരണ സംവിധാനം ആത്മാർത്ഥമായി അവലംബിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള അവസരം, മനസ്സമാധാനത്തോടുകൂടി കുടുംബജീവിതത്തെ നയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. വാതനാഡീ രോഗപീഠകൾ വന്നു ചേരുമെങ്കിലും പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ ശീലിക്കുന്നത് വഴിയും ദിനചര്യാക്രമങ്ങളിലുള്ള നിഷ്കർഷ അവലംബിക്കുന്നത് വഴിയും ഈ ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കുവാനിടയുണ്ട്. പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നിൽക്കുക എന്നിവയൊക്കെ തന്നെ
ആവുന്നതും ഈ വർഷമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി കീഴ് ജീവനക്കാരെ നിയമിക്കുവാനിടയുണ്ട്. അഥവാ അധികാരപരിധി വർദ്ധിക്കുന്നത് പൂർത്തീകരിക്കുവാനായിട്ട് കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയ ദർശനം നടത്തുവാനും ഉത്സവാഘോഷങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുവാനുള്ള അവസരവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക എന്ന് വരികിലും ആഗസ്റ്റ് മാസത്തിന് ശേഷം എല്ലാ പ്രകാരത്തിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടതാണ് എന്നതാണ് പറയേണ്ടത്. ഇതാണ് 2016 ആണ്ടിലെ അശ്വതി നക്ഷത്രക്കാരുടെ അനുഭവ ഫലങ്ങൾ. നമസ്കാരം.